ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് മുഹിം വേളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു പടവലങ്ങ തീയലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പടവലങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു തോലെല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ നമ്മളിതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ഒരു തീയൽ തയ്യാറാക്കാനായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 10-12 ചെറിയുള്ളി, കുറച്ചധികം കറിവേപ്പില, ഒരു 8 കുരുമുളക് ഒക്കെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് റോസ്റ്റാക്കി കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് നന്നായി തന്നെ തേങ്ങയുടെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നവരെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം തേങ്ങയുടെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്കുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഞാനിതിൽ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് റോസ്റ്റാക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറി നന്നായിട്ട് റോസ്റ്റായി വരണം. അതുവരേക്കും നന്നായി തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പൊടികളെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് കായം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 10-20 ചെറിയുള്ളിയോളം കാണും, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയുടെ എണ്ണം ഒരൽപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകോടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പടവലങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കും. ഇതൊന്ന് വണ്ട് വരാനായിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ പടവലങ്ങയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം എന്താ നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി തന്നെ തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു തേങ്ങയുടെ കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂട്ട് ചേർത്തതിന് ശേഷം ഇത് നന്നായി തന്നെ മിക്സാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് കറിയിലേക്ക് എത്രത്തോളം ഗ്രേവി വേണം നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് ആ ഒരു ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം.
കടുകൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് 1-2 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് അധികം കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് താളിച്ച് നമുക്ക് ഈ ഒരു തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പടവലങ്ങ തീയലിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയൽ തന്നെയാണ്. അപ്പം പടവലങ്ങ വെച്ചിട്ട് തീയൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.